ബലാത്സംഗ കേസിൽ പ്രതിയായ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയിലെ വാദം മലയാള സിനിമയിലെ രണ്ട് സംഘടനകൾ തമ്മിലുള്ള പോരിലേക്ക് വിരൽ ചൂണ്ടുന്നതായി മാറുന്നു. സിനിമാ രംഗത്തെ രണ്ട് പ്രബല സംഘടനകൾ തമ്മിൽ നടക്കുന്ന പോരാട്ടത്തിന്റെ ഇരയാണ് താനെന്നാണ് സിദ്ദിഖിന്റെ വാദം. ശരിയായ അന്വേഷണം നടത്താതെയാണ് ബലാത്സംഗ കേസിൽ തന്നെ പ്രതിയാക്കിയതെന്നും സിദ്ദിഖ് ആരോപിക്കുന്നു. സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തഗിയുടെ ജൂനിയറായ രഞ്ജിത റോത്തഗി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് മലയാള സിനിമാ മേഖലയിലെ രണ്ട് സംഘടനകൾ തമ്മിലുള്ള തർക്കത്തെ സംബന്ധിച്ച് ആരോപിച്ചിരിക്കുന്നത്. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റും വുമൺ ഇൻ സിനിമ കളക്റ്റീവും തമ്മിൽ നടക്കുന്ന തർക്കത്തിന്റെ ഇരയാണ് താനെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം ചർച്ചയാക്കാനാണ് സിദ്ദിഖ് ഒരുങ്ങുന്നത്. കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിനെതിരെയും ഗുരുതരമായ ആരോപണം മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉണ്ട്. ശരിയായ രീതിയിൽ അന്വേഷണം നടത്താതെയാണ് ബലാത്സംഗ കേസിൽ തന്നെ പ്രതിയാക്കിയത് എന്ന് സിദ്ദിഖ് ആരോപിച്ചിട്ടുണ്ട്. 8 വർഷം മുമ്പ് നടന്നുവെന്ന് ആരോപിക്കുന്ന സംഭവത്തിൽ വ്യക്തമായ തെളിവ് ശേഖരിക്കാതെയാണ് കേസെടുത്തത് എന്നാണ് വാദം. മുൻകൂർ ജാമ്യത്തിനായി സിദ്ദിഖ് മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. പരാതി നൽകിയതിനും കേസെടുക്കുന്നതിനും 8 വർഷത്തെ കാലതാമസം ഉണ്ടായി. കഴിഞ്ഞ 5 വർഷത്തിനിടെ പരസ്പര വിരുദ്ധമായ ആരോപണങ്ങളാണ് പരാതിക്കാരി ഉന്നയിക്കുന്നതെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സിദ്ദിഖിന് വേണ്ടി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹാജരാകുന്ന സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തഗി സിനിമാ സംഘടനകൾക്കിടയിലെ കലഹവും പോരാട്ടവും സുപ്രീം കോടതിയിൽ വിശദീകരിക്കുന്നുവെന്നാണ് സൂചന. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് നയിച്ചത് WCCയുടെ പോരാട്ടമായിരുന്നു എന്ന വാദമടക്കം കോടതിയിൽ എത്തിയേക്കും. സിദ്ദിഖിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകരുടെ വാദം പരാതിക്കാരിക്ക് എതിരായ ആരോപണങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു. എന്നാൽ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനകൾ തമ്മിൽ നടക്കുന്ന ചേരിപ്പോരിന്റെ ഇരയാണ് സിദ്ദിഖ് എന്ന വാദത്തിൽ ഊന്നിയാകും സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പലർക്കെതിരെയുമാണ് വെളിപ്പെടുത്തലുകളും കേസുകളും ഉണ്ടായത്. ഇത് ആകസ്മികമല്ല എന്നാണ് സിദ്ദിഖിന് ഒപ്പം നിൽക്കുന്ന ചലച്ചിത്ര മേഖലയിലെ പ്രവർത്തകർ വിശ്വസിക്കുന്നത്. അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് സിദ്ദിഖിന്റെ അഭിഭാഷകർ രംഗത്തുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് സിദ്ദിഖിന്റെ അഭിഭാഷക രഞ്ജിത റോത്തഗി സുപ്രീം കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകി. ബുധനാഴ്ച രാത്രിയാണ് കത്ത് നൽകിയത്. ഈ ആവശ്യം ഇന്ന് ചീഫ് ജസ്റ്റിസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സുപ്രീം കോടതി വൃത്തങ്ങൾ അറിയിച്ചു. സിദ്ദിഖിന്റെ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി രജിസ്ട്രാർക്ക് കൈമാറിയ കത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ: അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നു, 65 വയസ്സുള്ള സീനിയർ സിറ്റിസൺ ആണെന്നും പേരക്കുട്ടി ഉൾപ്പെടെയുള്ള കുടുംബത്തിലെ അംഗമാണ് സിദ്ദിഖ് എന്നും കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സിദ്ദിഖിന് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്നത് അടക്കമുള്ള വിവരങ്ങളും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.